ഹലോ, തമ്മിലേനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു പർച്ചേസിങ് ഡേ മൈ ലൈഫാണ്. അതായത് നമ്മൾ കുറച്ച് തുണിമണികൾ എടുക്കാൻ വേണ്ടി പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടി രാവിലെ ആയപ്പോൾ തെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പതിയെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മയ്ക്കും പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മേടിക്കണമെന്നില്ല, ജസ്റ്റ് വില ചോദിച്ചെന്നുള്ളൂ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ പയ്യാണ് കേട്ടോ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെരുന്നാളൊക്കെ അല്ലേ, അതിൻ്റെതാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ഷോപ്പിങ്ങിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത്. കാരണം നല്ല കളക്ഷൻസ് ഉണ്ട്, അതുപോലെ നല്ല റേറ്റും കുറവാണ്. അങ്ങനെ ഇതേ അടുത്തൊരു മിറർ കണ്ടപ്പോൾ മിറർ സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മിറർ സെൽഫി എടുക്കുന്നതാണ് നിങ്ങളിതേ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിറർ കണ്ടു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാനും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതെ, ഈ ഒരു സാരി കണ്ടോ, ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ ഉടക്കിയ ഈ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. 220 250 അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ. എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഓരോരോ ഡ്രസ്സ് ഇടത്തില്ല. ഈ ഗിൽറ്റ് അതൊക്കെ എനിക്ക് ഭയങ്കര കുറച്ച് പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെറുതെ അമ്മയുടെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഈ ഒരു സാധനം, ഇതെനിക്ക് എന്താ അറിയില്ല, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ്. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ അങ്ങനെ വിചാരിച്ചിരിക്കണു. ബാക്കി എന്നിട്ട് ഞാൻ ഉടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ, അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്കിത് ഇതുപോലത്തെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കഷ്ണം അമ്മതേ അയാൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് വേറെ ഒന്നല്ല, ലൈനിങ് തുണി എടുക്കാനുള്ള പീസസ് വീട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സിനും കൂടിയുള്ള ഒരു ബ്ലൗസ് എടുക്കണമായിരുന്നു. അത് കാരണം ഞാൻ വിചാരിച്ചു ദേ ഈ ഒരു കളർ സെലക്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഇതേ തൽക്കാലം ജസ്റ്റ് വെച്ച് നോക്കാൻ വേണ്ടി മെറൂൺ കളർ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെറൂൺ അത് സൂട്ടാവുമെന്ന് വെച്ചിട്ട് വെച്ച് നോക്കിയപ്പോൾ അത് അത്ര സൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു മാച്ചില്ലായ്മയല്ലേ? എനിക്കും അത് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എടുക്കണ്ട, വേറെ ഏതെങ്കിലും കളർ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതേ പാറ്റേണുള്ള വേറെ കളറാണ് നോക്കുന്നത്. അല്ലെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അങ്ങനെയാണല്ലോ, ഇതേ പറ്റത്തില്ല, ഇതേപോലത്തെ വേറെ കളറുണ്ടോ ചേട്ടാ? സെയിം അത് തന്നെയാണ് കേട്ടോ. 3 കളറായിരുന്നിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, അതുപോലെ മെറൂൺ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, വെറുതെ ഒരു രസമല്ല. അതിപ്പോൾ എന്ത് പറയാനാ, അമ്മ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ കളർ നോക്കി എടുക്കാനും മാച്ചിങ് നോക്കി എടുക്കാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അത് കാരണം ഞാൻ ആ ഏട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏട്ടൻ സജസ്റ്റ് ചെയ്ത് തന്നത് നമ്മുടെ ബ്ലൂ കളറായിരുന്നു. പിന്നെ മെറൂൺ വേണ്ട എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അമ്മയും പറഞ്ഞു അത് വേണ്ട എന്നുള്ളത്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഈ ഗ്രീനും ഉണ്ടാവും മെറൂൺ കളർ ഉണ്ടാവും. അത് കാരണം അമ്മ പറഞ്ഞു തൽക്കാലം ഈ ഒരു കളർ എടുത്തോന്ന്. ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഡാർക്ക് അതുകൊണ്ട് ഗുഡാണ്, നല്ല രസമുണ്ട്. പിന്നെ അമ്മയ്ക്ക് കുറേ ലൈനിങ് തുണി എടുക്കണമായിരുന്നു. അങ്ങനെ കണ്ടോ, ഇത് മൊത്തം അമ്മയുടെ ലൈനിങ് തുണിയാണ് ഗൈസ്. ഇത് മാത്രമല്ല, ഇനിയും ബാക്കിൽ വരാനുണ്ട്, ചുരിദാർ ബിറ്റൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ നമ്മളിതേ 2 മീറ്ററൊക്കെ വെച്ചിട്ട് ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂ കണ്ടോ, ബ്ലൂ അല്ലല്ലേ വയലറ്റായി, കണ്ണും പിടിക്കുന്നില്ല ദൈവമേ. ഈ ഒരു വയലറ്റ് കളർ നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ കാണിച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഇത്രയും ബാസ്ക്കറ്റിൽ നിറച്ചുള്ള സാധനങ്ങളാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ബില്ല് വരുമ്പോൾ ഞെട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ഗൈസ്. ഇപ്പം എടുത്ത ടോപ്പിന് നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അമ്മ അവിടെയാണ്. അപ്പം ഞാൻ തൽക്കാലം ഈ ബാസ്ക്കറ്റും കൊണ്ടിട്ട് നേരെ ക്യൂ ചെല്ലി നിൽക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം ഭയങ്കര ലെങ്ത് ആയത് കാരണം നമ്മൾ ഇന്നൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു 10:30 10:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ബില്ല് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വെറും 3677 മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 സഞ്ചി പിടിച്ച് ഞങ്ങൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് ഭക്ഷണശാലയിലേക്കാണ്. എന്തെങ്കിലും വെട്ടി വീഴണ്ടേ, വിശന്ന് ചത്ത്. രാവിലെ 2 ചപ്പാത്തി കഴിച്ച് ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല. ഇന്ന് സൺഡേയും കൂടി ആയത് കാരണം പെരുന്നാളിൻ്റെ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവിടെ കുറേ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ശവക്കൊട്ടപ്പാലം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുകൂടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതേ ഒരു ഹോട്ടൽ കണ്ടു. പക്ഷേ അവിടെയൊക്കെ ഫുള്ളും അൽഫാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ വേറെ ലോക്കലിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ പോയി മുഖമൊക്കെ കഴുകിയപ്പോഴാണ് സമാധാനമായത്. കാരണം വെയിൽ കൊണ്ട് കരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഊണാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ അവിടെ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സമയം അത്രേ ആയില്ലേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ കൃപാസനം പള്ളി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.